അപ്പോൾ ഫ്ലയേഴ്സ് റൂട്ട് മാപ്പിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്തിൻ്റെ ഹൃദയഭാഗമായ നാവമ്പട മൈതാനത്താണ്. അപ്പോൾ നാവമ്പടത്ത് ഇപ്പോൾ ഫ്ലവർ ഷോ നടക്കുകയാണ്. നമ്മളതിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നിവിടെ ഇത് ഒരുക്കിയിരിക്കുന്നത് അഗ്രി ഹോർട്ടിക്കൾച്ചറാണ്. 58ാമത്തെ ഒരു ഫ്ലവർ ഷോ ആണ്. 58ാമത്തെ ഫ്ലവർ ഷോ ആണ്. ജനുവരി സെക്കൻഡ് വീക്കിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. അപ്പം നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. ടിക്കറ്റിന് 50 രൂപയാണെന്ന്. ഇവിടുന്ന് പാസ് എടുത്തു. 250 രൂപയാണ് അപ്പോൾ പാസ്. അപ്പോൾ 250 രൂപ കൊടുത്ത് പാസ് എടുത്തു. ബാക്കി വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ 250 രൂപ വേണം. അപ്പോൾ ബിബിൻ അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. കാഴ്ചകളൊക്കെ കാണാം. ഫ്ലവർ ഷോ ചെയ്തേക്കുന്നവരുടെ അഡ്രസ്സാണിത്. നലേസ ഫ്ലോറൽ ഫ്യൂഷൻ എന്ന് പറഞ്ഞ ടീംസാണ് ഇത് ചെയ്തേക്കുന്നത്. ഇവർ ബംഗളൂരുവാണ്. അവരാണ് ഈ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തേക്കുന്നത്. ഇതുപോലെ ബോക്സ് ടൈപ്പൊക്കെ ആക്കിയിട്ട് അതിൻ്റെ മേളിൽ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തേക്കുന്നത് അവരാണ്. അവധി ദിവസം ആയതുകൊണ്ട് തന്നെ ഞായറാഴ്ച ഞങ്ങൾ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു തോന്നലുണ്ടായത്. അത് നമുക്ക് നമ്മുടെ കോട്ടയത്തുള്ള എന്താണ് വേണ്ടത്, അല്ലേ വിവൻ? കോട്ടയത്ത് എന്താണ് സംഭവമുള്ളത്? ഇപ്പോൾ അപ്പോൾ കോട്ടയത്തെ ഫ്ലവർ ഷോ എന്താണെന്നുള്ളത് നമുക്കൊന്ന് കാണാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ വന്നത്. ഇപ്പോൾ അത് ഞാനും ബിബിനുണ്ട്. ഒരാൾ മിസ്സിംഗ് ആണ്, വിനയൻ. പുള്ളിക്ക് കുറേ എഡിറ്റിങ്ങും പ്രോഗ്രാമുകൾ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് പുള്ളിക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ തിരക്കായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഞാനും ബിബിനും കൂടെ വന്നു. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, നമ്മൾ ഷൂട്ട് ചെയ്ത് അങ്ങ് മുന്നോട്ട് പോവുകയാണ്. ചെയ്തേക്കുന്നത് നല്ല രീതിയിലാണ്. ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാം ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തേക്കുന്നത്. ഇത് കണ്ടോ, കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഫ്ലവർ അറേഞ്ച്മെൻറ്റ്. ഇതിപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് നമുക്ക് കാണത്തക്ക രീതിയിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കാണുന്നുണ്ടോ, ഇതൊക്കെ ഫ്ലവർ അറേഞ്ച് ചെയ്തേക്കുന്നതൊക്കെ നല്ല രസമായിട്ടുണ്ട്. അപ്പം നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളും കൂടെ കാണാം. ഇത് വേറൊരു അറേഞ്ച്മെൻറ്റാണ്. അല്ലോ, നല്ല രസമുണ്ട്. ഈ ഫ്ലവറൊക്കെ വെച്ചേക്കുന്നത് കാണാൻ തന്നെ നമുക്ക് നല്ല ഫ്രഷ്നെസ് ഉണ്ടല്ലേ.
നമുക്ക് ഇവരോട് ചോദിക്കാം, കാര്യങ്ങൾ ചോദിക്കാം, എങ്ങനെയാണ് എന്താണെന്നുള്ളത്. ഇപ്പം മാഡം നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഫ്ലവർ ഷോ ഇപ്പോൾ എല്ലാ വർഷവും നടക്കാറുണ്ട് അല്ലേ? അതെ. അപ്പം ഏതൊക്കെ ഡേറ്റിലാണ് സാധാരണ നടക്കുന്നത്? ഇത് കോട്ടയം അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി നടത്തുന്ന ഒരു ഷോയാണ്. 58 വർഷമായിട്ട് ഇത് നടന്നു വരുന്നു. ജാനുവരി 2nd വീക്ക് തേഴ്സ്ഡേ തുടങ്ങിയിട്ട് സൺഡേ വരെയാണ് എവറി ഇയർ നടന്നു പോകുന്നത്. 4 ദിവസം മേളയുണ്ട്. ഈ മേളയിൽ പുഷ്പാലങ്കാരങ്ങൾ, അതായത് ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സ് നടത്തുന്നുണ്ട്. ഇത്തവണ ഇവിടെ ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സ് നടത്തിയിരിക്കുന്ന ബംഗളൂരു നിന്ന് വന്നിരിക്കുന്ന നലേഷ ക്രിയേഷൻസ് ആണ്. പിന്നെ ഫ്ലവറിങ് പ്ലാന്റ്സ്, അത് ലാൻഡ്സ്കേപ്ഡായിട്ട് ഇവിടെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. ഒരു 10,000 സ്ക്വയർ ഫീറ്റ് തന്നെയുണ്ട്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിവിധ ഇനം പച്ചക്കറി വിത്തുകൾ വിൽക്കുന്ന സ്റ്റാളുകൾ, ചെടികൾ വിൽക്കുന്ന സ്റ്റാളുകൾ, എന്ത് വേണമെങ്കിലും കാർഷിക ആവശ്യങ്ങൾക്കുള്ള എല്ലാ ഉപകരണങ്ങളും ഉൾപ്പെടെ സ്റ്റോളുകളിൽ നിന്ന് ലഭിക്കുന്നതാണ്. പ്ലാന്റ്സും കിട്ടുന്നതാണ്. പിന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധതരം ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് ഫ്ലവർ അറേഞ്ച് ചെയ്തത്. ഇവിടുന്ന് അതില്ല, അത് ഷോയ്ക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പ്ലാന്റ്സ് നഴ്സറി സ്റ്റോൾസിൽ നിന്ന് കിട്ടും. വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന ചെടികൾ നഴ്സറി സ്റ്റോളുകളിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. 58 വർഷം, 58ാമത്തെ വർഷമാണ് ഈ ഷോ നടക്കുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും പഴയ ഫ്ലവർ ഷോ ആണ്. എറണാകുളത്തിനെക്കാട്ടിലും സീനിയർ ഫ്ലവർ ഷോ ആണ്. 39 വർഷമായിരുന്നു. ആദ്യകാലങ്ങളിൽ ഇത് 1 ഡേയിലെ മാമന്നപ്പുഴ ഹാളിൽ വെച്ച് നടത്തിയിട്ട് ഈവനിങ്ങിൽ ക്ലോസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമായിരുന്നു. അത് പിന്നെ 2 ഡേയ്സായി 3 ഡേയ്സായി ഗോൾഡൻ ജൂബിലി പാർക്കിലേക്ക് മാറ്റി. അവിടുന്ന് പിന്നെ നമ്മുടെ ഈ ഗ്രൗണ്ട് വരെ എത്തിയിരിക്കുകയാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ധാരാളം പേരുണ്ട്. കലക്ടറെ നമ്മുടെ പേട്ടനാണ്. മുനിസിപ്പൽ ഗാർഡനും ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. താങ്ക് യു. ഇത് കണ്ടോ, ഈ അറേഞ്ച്മെന്റ്സ് കണ്ടോ ഇവരെ? നല്ല രസമുണ്ടല്ലേ? അല്ലേ? എല്ലാ കാര്യങ്ങളും അവർ ഈ പ്രാവശ്യം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അറേഞ്ച്മെന്റ്സ് ആണ്. കാരണം നല്ല ഗ്യാപ്പ് ഉണ്ട്. നമുക്കിപ്പോൾ ഇത് ഇവിടെ നടന്നുകൊണ്ടോ ഈസി ആയിട്ട് നടന്നു പോകും. അങ്ങനെ നിന്ന് കണ്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് ആണ് ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ലഭ്യമാണ്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ആണല്ലേ? അല്ല, ശരിക്കും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലവറിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് മാത്രമാണ് ചെയ്തേക്കുന്നത്. ഇത് ഫ്ലവറിൻ്റെ അറേഞ്ച്മെൻറ്റ് മാത്രമാണ് ചെയ്തേക്കുന്നത്. മറ്റത് ചെടികളും ബാക്കിയുള്ളതെല്ലാം അപ്പുറത്തെ സൈഡിലുണ്ട്. ഇതൊന്നും ശരിക്കും ഫ്ലവർ അല്ല കേട്ടോ, ഇതൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നതാണ്. മറ്റേ കടലാസ് കൊണ്ടുള്ള ഓരോ അറേഞ്ച്മെൻറ്റ്സ് ആണ്. കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടം നോക്കിയാൽ ഫ്ലവറാണെന്ന് പറയുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സെക്യൂരിറ്റി ചേച്ചിമാരുണ്ട്. അപ്പോൾ ചേച്ചിമാരോട് ചോദിക്കാം, എങ്ങനെയുണ്ട് ചേച്ചി ഇവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ? ഇപ്പം നമ്മുടെ ഇന്നലെയൊക്കെ നല്ല തിരക്കായിരുന്നു. ഇന്നലെയൊക്കെ നല്ല ഇതായിട്ടും ഒക്കെ പോയി. ഓക്കെ, തിരക്കൊക്കെ ആകണം, ഇച്ചിരിയൊക്കെ കഴിയണം. അപ്പോൾ ചേച്ചി എങ്ങനെയുണ്ട് ഇവിടെ നിന്നിട്ട് ആൾക്കാരെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള? നമ്മളോട് സഹകരിക്കും, നമ്മൾ സഹകരിക്കും. ഓക്കെ. അപ്പം നമ്മുടെ ചേച്ചി നേരത്തെ ഫ്ലവർ ഷോയിൽ ഇവിടെ നേരത്തെ നിന്നിട്ടുണ്ടോ? ഈ വർഷം ആദ്യമായിട്ടാണ് ചേച്ചി ആദ്യമായിട്ടാണ് ഈ വർഷം നിൽക്കുന്നത്. നേരത്തെ ഫ്ലവർ ഷോയിലൊന്നും വന്നിട്ടില്ല. അപ്പം നേരത്തെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളെ പറ്റിയൊന്നും അറിയത്തില്ല. ഇതുപോലെ ഇതിപ്പോൾ നമുക്കൊരു എളുപ്പമായിട്ട് ചേച്ചിയുടെ ജോലി എളുപ്പമാക്കത്തക്ക രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് ആണോ ഇത്? കുഴപ്പമില്ല, പുതിയതായിട്ട് ഇറങ്ങി ഞാൻ ഈ വർഷം ഇറങ്ങിയിരിക്കുന്നത്. അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ. ചേച്ചിയുടെ പേരെന്നായിരുന്നു? ലത എന്നാണ് ചേച്ചി പേരല്ലേ? ഓക്കെ. നിങ്ങളുടെ പേര്? ഷമീർ. എവിടെയാ സ്ഥലം? കോട്ടയം തന്നെ. അപ്പോൾ നമ്മളിവിടെ കാഴ്ചക്കാരാണ്. ഇവിടെ കാണാൻ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പോൾ അവിടെ വരുന്ന അവരുടെ പേര് പറഞ്ഞേ. അവിടെ വരണം. ഫാത്തിമ.
അപ്പോൾ ഭാവി ഇവിടെ എന്നാ കാണുന്നേ? പൂക്കളൊക്കെയാണ് കാണുന്നത്. പൂക്കളൊക്കെ ഇഷ്ടമാണോ? അപ്പോൾ ഭാവ ഇവിടെ പൂക്കളൊക്കെ കാണാൻ വേണ്ടി വന്നേക്കുന്നത്. ഇവിടെ വേറൊരു വില്ലനും കൂടെ ഉണ്ട്. മോൻ്റെ പേരെന്നാണ് കൂട്ടാ? കുഞ്ഞിൻ്റെ പേരെന്നാ? സഹീം. ഫഹീം. ഹായ്. അപ്പോൾ ഓക്കെ, എന്താണ് മാഡത്തിൻ്റെ പേര്? എൻ്റെ പേര് സുമ വിജയൻ. സുമ വിജയൻ. ഞാൻ ആർപ്പക്കര സ്വദേശിയാണ്. കോട്ടയത്തെ നാഷണൽ സെക്യൂരിറ്റി ബ്യൂറോ എന്ന സ്ഥാപനത്തിൻ്റെ MD. ഓക്കെ. ഞാൻ ഇപ്പോൾ 1994 ആണ് ഞങ്ങൾ വനിതാ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഒരു ഇത് തുടങ്ങുന്നത്, നാഷണൽ സെക്യൂരിറ്റി ബ്യൂറോ. ഇപ്പോൾ ഫ്ലവർ ഷോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ വർഷവും ഫ്ലവർ ഷോ ഒന്നിനൊന്ന് മികച്ചതായി വരിക. കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞും ഇപ്പോൾ ഈ പ്രാവശ്യം പ്രേക്ഷകരാണെങ്കിലും നല്ലൊരു അഭിപ്രായമാണ് പറയുന്നത്. ഫ്ലവർ ഷോ ഇങ്ങനെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇപ്പോൾ കോട്ടയത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ വർഷവും നടക്കുന്നതാണ്. ഒരു വസന്തോത്സവം ആയിട്ട് തന്നെയാണ്, വസന്തോത്സവമായിട്ട് തന്നെയാണ് തുടങ്ങുമ്പോൾ നമുക്ക് വസന്തോത്സവം എന്ന് തന്നെ പറയാം ഇവിടുത്തെ ജനങ്ങൾക്ക്. ഇതിന്റെ ഇടയ്ക്ക് കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. പ്രോഗ്രാംസ് ഉണ്ട്. എന്നും വൈകിട്ട് സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട്. പിന്നെ ഇന്ന് നമിത പ്രമോദ് വരുന്നുണ്ട്, അവാർഡ് ദാനമൊക്കെ. ഇതിലൊക്കെ ഗാർഡന്, കാർഷിക കിസ് ഉണ്ടായിരുന്നു. 2ാം ദിനം കാർഷിക കിസ് ഉണ്ടായിരുന്നു. സെക്യൂരിറ്റിയുടെ അറേഞ്ച്മെന്റ് ഇതിനകത്ത് നമ്മുടെ ഒരു 10ഓളം സെക്യൂരിറ്റിക്കാർ ഡെയിലി ജോലി ചെയ്യുന്നു. പകല് 10 പേരും, പിന്നെ മനോരമയുടെ സെക്യൂരിറ്റീസും ഉണ്ട് അല്ലേ? അപ്പോൾ താങ്ക് യു മാഡം. ഓക്കെ. അപ്പോൾ ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് നാളപ്പൻ. ഓക്കെ. അപ്പോൾ ചേട്ടന് ഇവിടുത്തെ എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചെടികളൊക്കെ അറേഞ്ച് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അല്ലേ? അപ്പോൾ ചേട്ടാ, ഇവിടെ നമുക്ക് എത്ര തരം ചെടികളാണ് ഇപ്പം നമ്മുടെ ഈ പ്രാവശ്യത്തെ ഈ ഫ്ലവർ ഷോയിലുള്ളത്? ഇപ്പോൾ ഒരു 50 വെറൈറ്റി ഉണ്ട്. 50 വെറൈറ്റി. ഓക്കെ. അപ്പോൾ അത് ഇമ്പോർട്ടഡ് ആണോ അതോ നമ്മുടെ ഇവിടെ ഇമ്പോർട്ടഡ് ആണോ? എല്ലാം ഇമ്പോർട്ടഡ് ആണ്. അപ്പം നമ്മുടെ നാട്ടിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടോ? നാട്ടിലുള്ള ചെടികളൊക്കെ ഉണ്ടോ? നാട്ടിലുള്ള ഉണ്ട്. ആ, എന്തൊക്കെയാണ് ഇമ്പോർട്ടഡ് ചെടികളെ പറ്റി പറയണേ? എവിടെ നിന്നൊക്കെയുള്ളതാണ് എന്നൊന്ന് പറഞ്ഞുതരാം. തായ്ലാൻഡ്, സിംഗപ്പൂർ, പിന്നെ ബാംഗ്ലൂർ. ഓക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ ഇവിടുത്തെ ഈ ക്ലൈമറ്റിൽ അത് ചെയ്യാം. അത് വെച്ച് ഒത്തിരി ദിവസം പിടിക്കുകയെന്നുള്ളൂ. ഒത്തിരി ദിവസം പിടിക്കുകയില്ല. അപ്പോൾ ഏതൊക്കെ തരമാണെന്നൊന്ന് പറയാമോ? ഒന്ന് പിന്നെ വാൾസുണ്ട്, ജർബറയുണ്ട്, മെരിഗോൾഡ് ഉണ്ട്, ആഫ്രിക്കൻ മല്ലിസ് ഉണ്ട്. ഓക്കെ. അങ്ങനെ ഇതൊക്കെ നമ്മൾ ഒത്തിരി ഒരു പൂവ് ഇപ്പോൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ റോസയൊക്കെ പോലെ കുറേ ദിവസം ഇങ്ങനെ അതായിട്ട് നിൽക്കുമോ അതോ എങ്ങനെ? ഓർക്കിഡ് നിൽക്കുന്ന ഒരു 3 മാസം വരെ നിൽക്കും ഓർക്കിഡൊക്കെ. പിന്നെ ഈ ചൈനീസ് വാൾസം ഒക്കെ പറഞ്ഞാൽ പിന്നെ പൂ ഉണ്ടായി അത് ഒരു 3 ദിവസത്തേക്കുള്ളിൽ വാൾസത്തിൽ നിൽക്കുകയില്ല. ഓക്കെ. സീസൺ ഫ്ലവർ. അപ്പം നമുക്ക് ഇപ്പോൾ എത്ര തരമുള്ള ചെടികൾ? 75 വെറൈറ്റി ചെടികളുണ്ട് അല്ലേ? അപ്പം അത് അപ്പുറത്തെ സെക്ഷനിലായിരിക്കും അല്ലേ? അപ്പുറത്താണ്. അതൊക്കെ നമുക്ക് ഇവിടെ ഭയങ്കര പാടാണ്. ശരി. ഇത് ജമന്തിയാണ് ഈ പൂവ്. ഉണ്ടോ? ഇത് കുറേ നാൾ നിൽക്കും അല്ലേ? ഇത് കുറച്ചാളിങ്ങനെ വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ നിൽക്കുമായിരിക്കും അല്ലേ? ഇത് നമ്മുടെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ ജമന്തി എന്ന് പറയുന്നത്. ഇതാണ് പൂ. ഇതെവിടെയാണ്? ഇത് ശരിക്കും എവിടെ നിന്ന് വരുന്നതാണ്? ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതാണ്. ഓക്കെ. ഇത് ഏത് പൂവാ? ഓർക്കിഡാ അല്ലേ? വിദേശ നിർമ്മിത അല്ലേ? ഓക്കെ. ഇവിടെ ഇത് ഈ ചൂട് ഇവിടുത്തെ ഇതിനകത്ത് ചൂടായിട്ടാണ് കരിഞ്ഞു പോകുന്നത് അല്ലേ? ചൂട് ഇതിന് തണുപ്പ് ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ചേട്ടൻ. അപ്പോൾ ഇവിടുത്തെ ചെടികളുടെ വിശേഷങ്ങളൊക്കെയാണ് നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ചെടിയെ പറ്റിയൊക്കെ കുറച്ചൊക്കെ നമുക്ക് അറിയാൻ പറ്റി. അപ്പോൾ ഓക്കെ, താങ്ക്സ്.
ഫോട്ടോഗ്രാഫി മത്സരം നടക്കുന്ന സ്ഥലത്താണ്. ഇപ്പോൾ ഇവിടെ കുറേ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഓരോ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. ഫോട്ടോസ് നമുക്ക് കാണാം. പിന്നെ അതുപോലെ പെയിൻറ്റിങ്സ് ഉണ്ട് ഇവിടെ. അതുപോലെ പെയിൻറ്റിങ്സും കൂടെ കാണാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന രീതിയിലുള്ള പച്ചക്കറികളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം. കണ്ടോ എന്താണ് സാധനം? കമ്പിളി നാരങ്ങ, അതുപോലെ തന്നെ പപ്പായ, പയർ, ഇതൊക്കെ നമ്മൾ ശരിക്കും കണ്ടിട്ടുള്ള സാധനങ്ങൾ. നമ്മുടെ വീട്ടിൽ നിത്യം നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ആ വിളയുടെയൊക്കെ ഒരു കാര്യങ്ങളാണ് നമുക്ക് കാണിച്ചു തരുന്നത്. നമുക്ക് കാണാം കപ്പയൊക്കെ വെച്ചേക്കുന്ന കാണാം. ഇത് ഞങ്ങളുടെ കോട്ടയത്ത് ഇഷ്ടംപോലെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് കപ്പയൊക്കെ. ഇത് കണ്ടോ, ചേന. ഇത് കണ്ടോ, ഇപ്പോൾ വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടാ ഇത് എപ്പോഴൊക്കെ നനയ്ക്കണം? ആ, രാവിലെ മാത്രം. ഒരു നേരം നനച്ചാൽ മതിയോ? ആണല്ലേ. അപ്പോൾ ഇത് ഒരു നേരം എന്നായാലും നനച്ചു കൊടുക്കണം. വൈകുന്നേരം നനയ്ക്കത്തില്ല അല്ലേ? ഇല്ല, രാവിലെ മാത്രമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നനച്ച് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവുള്ളൂ. അഞ്ചീര് ഈന്തപ്പഴം മലബാർ സ്റ്റാൾ നമ്പർ 11 പാലക്കാടിന്റെ ആളുകളുണ്ട്. അപ്പോൾ ഈ സ്റ്റേജിലാണ് വൈകുന്നേരം പ്രോഗ്രാമൊക്കെ നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വൈകുന്നേരം സമ്മാനദാനം അതൊക്കെ ഇവിടെയാണ് നടക്കുന്നത്. നമിത പ്രമോദാണ് ഇന്ന് വരുന്നത്. ഇവിടെ നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും. ഓർക്കിഡ്സ് ഒക്കെ മേടിക്കാൻ പറ്റും. നല്ല ഇതൊക്കെയാണ്. ഇതാണ് ഓർക്കിഡിൻ്റെ സാധനങ്ങൾ. പിന്നെ ഇവിടെയൊക്കെ ഒരുപാട് തൈകളൊക്കെ നമുക്ക് കണ്ടോ, നിങ്ങൾക്ക് കാണാം. ഇവിടെ ഒരുപാട് തൈകളൊക്കെ ഉണ്ട്, ഫുഡുണ്ട്, ബേബി ഒക്ടോപസ് ഉണ്ട്, ക്രാബുണ്ട്, പാസാ ഫിഷ് ഉണ്ട്. അമ്പലപ്പുഴ പാൽപ്പായസം, അടപ്രഥമൻ, പാലടപ്രഥമൻ, പരിപ്പ്. പാൽപ്പായസം ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നത് ചേട്ടാ. പാൽപ്പായസം പറഞ്ഞു. ഇപ്പോൾ ഇവിടെ 2 ടൈപ്പ് പായസം ഇപ്പോൾ ഉള്ളൂ. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് വൈകുന്നേരം അല്ല ഏട്ടാ? 1 മണിക്കൂറൂടെ കഴിയണം. എത്ര ചേട്ടാ അപ്പോൾ ഇതിന്? 40 രൂപ കേട്ടോ. അപ്പം ഈ ചേട്ടൻ്റെയൊക്കെ ഷോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കോട്ടയത്ത് തിരുനക്കര അമ്പലത്തിൻ്റെ തെക്കേ നടയിലാണ്. ശങ്കരാൻ ബ്രദേഴ്സ് എന്നാണ് ഇവരുടെ കടയുടെ പേര്.
അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് 365 ദിവസം ഇവർ പായസം ഉണ്ടെന്നാണ് പറഞ്ഞത് ചേട്ടൻ. ശരി ശരി, ഓർഡർ ചെയ്യുന്നതനുസരിച്ച് പായസം ഉണ്ടാക്കി കൊടുക്കും അല്ലേ? ആ ഓക്കെ ഓക്കെ. ഇവിടെ നല്ല ബജിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതേ മുട്ട ബജി ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. മുളക് ബജി ഉണ്ട്, അല്ല മുളകൊക്കെ ഇട്ടേക്കുന്നുണ്ടോ. പ്ലാസ്റ്റിക് നിരോധിച്ചുകൊണ്ടാണ് ഈ ക്യാരി ബാഗ്സ് ഒക്കെ ഇവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ ക്യാരി ബാഗ്സിന് 30 രൂപയാണ് പ്രൈസ്. ഇന്നത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.